ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നു മുതൽ ദൈവം അനുവദിക്കുന്ന പക്ഷം നമ്മൾ പുതിയൊരു വചന പഠന പരമ്പര ആരംഭിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു പുസ്തകം എടുത്ത് പഠിക്കാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ ഒന്ന് പഠിച്ചുവെങ്കിലും ഇപ്രാവശ്യം നമ്മൾ ഒരു പുസ്തകം എടുത്ത് അതിനെ നമ്മൾ അധ്യായങ്ങളായിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. ലഘുവായ ഒരു പഠന പരമ്പര തന്നെയാണെങ്കിലും എന്നാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പഠന പരമ്പരയ്ക്ക് പകരം നമ്മൾ ഇനി മുതൽ ചെയ്യാൻ പോകുന്നത് ഒരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠന പരമ്പരയാണ്. നമ്മൾ റോമാലേഖനത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. എല്ലാവരും റോമർ 1-ാം അധ്യായം എടുക്കുക. റോമർ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് ദൈവവചനം കേൾക്കുക. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, റോമായിൽ ദൈവത്തിനു പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധരുമായ എല്ലാവർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോൾ എങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നു. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആമേൻ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വേദഭാഗം. ഈ വേദഭാഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയതാണ് റോമർക്ക് എഴുതിയ ലേഖനം. 16 അധ്യായങ്ങളുണ്ട്. ഇത് വളരെയധികം ആഴത്തിൽ വർഷങ്ങളോളമൊക്കെ എടുത്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. റോമാലേഖനം എടുത്ത് 365 പ്രസംഗങ്ങൾ പ്രസംഗിച്ച വളരെ പേരുകേട്ട ഒരു പ്രസംഗകനുണ്ട്. അതായത് വർഷത്തിൻ്റെ എല്ലാ ദിവസവും ഒരു പ്രസംഗം വെച്ച് കേൾക്കാം. അത്രയ്ക്ക് പ്രസംഗങ്ങൾ നമുക്ക് ഈ റോമാലേഖനത്തിൽ നിന്ന് പഠിപ്പിക്കാൻ കഴിയും. കാരണം ദൈർഘ്യവും ഉണ്ട്, ആഴവും പരപ്പും ഒക്കെ വളരെ കൂടിയതാണ്. പക്ഷെ നമ്മൾ ഈ പഠന പരമ്പരയിൽ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത് രക്ഷിക്കപ്പെട്ടവർക്കോ അല്ലെങ്കിൽ പുതുവിശ്വാസികൾക്കോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവർക്ക് പോലും എന്താണ് ദൈവത്തിൻ്റെ സുവിശേഷമെന്ന് അറിയാനുള്ള ഒരു
ആകെ മൊത്തമുള്ളൊരു ചിത്രം നിങ്ങൾക്ക് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ദൗത്യം. അല്ലാതെ എല്ലാ വാക്യവും എടുത്ത് ആഴത്തിൽ ധ്യാനിച്ച് എല്ലാം പഠിക്കാവുന്നതെല്ലാം പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോഴൊന്നും തീരത്തില്ല. മാത്രമല്ല, ഇങ്ങനെ പഠിച്ചു പരിചയമില്ലാത്തവർക്ക് അത് തുടങ്ങി കുറച്ച് കഴിയുമ്പം ഉറക്കമൊക്കെ വരും, അത് മടുപ്പായി പോകും. അതുകൊണ്ട് പുതുവിശ്വാസികൾക്കായിട്ട് ഒരു ആമുഖം അല്ലെങ്കിൽ ഒരു മൊത്ത ചിത്രം, അതിൻ്റെ ആ ഒരു രൂപരേഖ നിങ്ങൾക്ക് കാണിച്ചു തരികയും പ്രായോഗിക തലത്തിൽ ഈ ലേഖനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്ന രീതിയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള ഏറ്റവും ചിട്ടയായ അവതരണം പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നമ്മൾ റോമാലേഖനത്തിലാണ് കാണുന്നത്. വളരെ ചിട്ടയായിട്ട്, സിസ്റ്റമാറ്റിക് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, ചിട്ടയായിട്ട് പടിപടിയായിട്ട് ക്രമത്തിൽ സുവിശേഷ സത്യങ്ങളെല്ലാം കൂടെ എഴുതി വച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് ഈ ലേഖനം. ഇതുകൊണ്ടാണ് ഈ ലേഖനം നമുക്ക് നമ്മുടെ ഈ പ്രതിവാര ബൈബിൾ സ്റ്റഡിയിൽ എടുക്കാമെന്ന് തീരുമാനിച്ചത്. കാരണം വളരെ ചിട്ടയായിട്ട് നമുക്ക് വീണ്ടും അടിസ്ഥാനപരമായ സുവിശേഷ സത്യങ്ങൾ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുവാൻ ഈ ലേഖനം പഠിക്കുന്നത് സൗകര്യമായിരിക്കും, അനുഗ്രഹമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള ലേഖനത്തിൽ ഈ ലേഖനത്തിൻ്റെ പ്രമേയം ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ സുവിശേഷമാണ്. അത് മലയാളം ബൈബിളിൽ സുവിശേഷം എന്നേ ഉള്ളൂ, പക്ഷേ യവന ഭാഷയിൽ ദൈവത്തിൻ്റെ സുവിശേഷം എന്നാണ്. എന്ന് മാത്രമല്ല, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദപ്രയോഗം അത് നമ്മൾ ഇന്ന് കാണും. 17-ാം വാക്യത്തിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി, അതെന്താണെന്ന് നമ്മൾ ഇന്ന് പഠിക്കും. അത് നിങ്ങളൊന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിൻ്റെ സുവിശേഷമാണ് ഇതിലെ പ്രമേയം, ഇതിലെ വിഷയം. അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗം ദൈവത്തിൻ്റെ നീതിയാകുന്നു. ഈ റോമാലേഖനത്തിൻ്റെ പ്രസക്തി സഭാചരിത്രത്തിൽ ഉടനീളം നമ്മൾ കാണുന്നൊരു കാര്യമാണ്. വളരെ പ്രഗത്ഭരായ പലരും രക്ഷിക്കപ്പെട്ടതും അവർ ഉണർവ് പ്രാപിച്ചതും അതിലൂടെ പല സുവിശേഷ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തതിനുമൊക്കെ കാരണമായത് ഈ റോമാലേഖനമാണ്. മാർട്ടിൻ ലൂതർ പോലത്തെ അനേകർ, ജോൺ വെസ്ലി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഉണർവ്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ശരിയായ സുവിശേഷം എന്ന് മനസ്സിലാക്കുവാൻ ദൈവം ഉപയോഗിച്ച ലേഖനമാണ് ഈ റോമാലേഖനം. അങ്ങനെയാണ് നവോത്ഥാനമൊക്കെ സഭയിൽ കടന്നു വരുന്നതും സുവിശേഷ വിഹിത സഭകൾ ഉണ്ടാവുന്നതൊക്കെ. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. പല പഴയകാല നവോത്ഥാന നായകന്മാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ നിമിത്തമാണ് കേരളത്തിലും സുവിശേഷ വിഹിത സഭകളും സുവിശേഷ മുന്നേറ്റങ്ങളും ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഇത് വളരെ ശക്തമായ ഒരു ലേഖനമാണ്. ഇത് ദൈവം എല്ലാ കാലഘട്ടത്തിലും സഭയെ ഉണർത്തുവാനും സുവിശേഷ സത്യങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരുവാനും അടിസ്ഥാനമിടുവാനും ഒക്കെ ഉപയോഗിച്ച കാതലായ ഒരു ലേഖനമാണ്. അത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങനെ തന്നെ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭയിലും ഈ ലേഖനം പഠിക്കുമ്പോൾ, ഇതിലെ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വളരെ ശക്തമായ രൂപാന്തരം കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ആമുഖം എന്ന രീതിയിൽ ഇതിൻ്റെ ഉള്ളടക്കമൊന്ന് ഓടിച്ചൊന്ന് പറയുകയാണ്. ഓരോ അധ്യായങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ കാണുന്നെന്നുള്ളത്. ആദ്യം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, 1-ാം അധ്യായം ഒരാമുഖമാണ്. ദൈവത്തിൻ്റെ സുവിശേഷം വിശ്വസിക്കുക എന്നുള്ളൊരു ആമുഖ സന്ദേശമാണ്. 1:18 മുതൽ 3:20 വരെയുള്ള വിഷയം പാപമാണ്. ദൈവം മുൻപാകെ എല്ലാ മനുഷ്യരും, യഹൂദരാകട്ടെ യവനനാകട്ടെ, എല്ലാവരും പാപികളാണ്. പിന്നീട് 3 മുതൽ 5 വരെ നീതീകരണം എന്ന വിഷയമാണ്. ദൈവകൃപയാൽ മാത്രമാണ് നാം രക്ഷിക്കപ്പെടുന്നത്. പിന്നെ 6 മുതൽ 8 വരെയുള്ള വിഷയം ശുദ്ധീകരണമാണ്. ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടവർക്ക് ഒരു പുതുജീവൻ വെച്ചിട്ടുണ്ട്, അതെങ്ങനെ നയിക്കാൻ കഴിയും എന്നുള്ളതാണ്. 9 മുതൽ 11 ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് സുവിശേഷം നിമിത്തം ഇസ്രായേലിന് നൽകിയിരിക്കുന്ന ചില പ്രത്യേക വാഗ്ദാനങ്ങളുണ്ട്. അതിനൊന്നും ഒരു തടസ്സവുമില്ല, അതൊന്നും ഇല്ലാതാകുന്നില്ല. 12 മുതൽ 15 പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ്. ദൈവത്തെ മനുഷ്യരെയും സേവിക്കുന്ന ഒരു ജീവിതമാണ്. 15 മുതൽ 14 മുതൽ 16 അവസാനം വരെ ദൈവസഭയ്ക്കകത്തുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചുള്ള ഒരു ഭംഗിയായ ഒരു ചിത്രം കൊടുത്തുകൊണ്ടാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് തന്നെ നമുക്കൊരു സന്ദേശം കിട്ടും, അല്ലേ? ദൈവം മുൻപാകെ നാം എല്ലാവരും പാപികളാണ്, എന്നാൽ ദൈവകൃപയാൽ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും. രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിൽ ഒരു പുതുജീവൻ നയിച്ച് കർത്താവിൻ്റെ പരമാധികാരത്തിന് കീഴിൽ സമർപ്പിച്ച് ദൈവത്തെയും മനുഷ്യരെയും സേവിച്ച് സ്നേഹത്താൽ നയിക്കുന്നൊരു ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഇങ്ങോട്ട് നീങ്ങാം. നമ്മുടെ പഠന രീതി
എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വചനം? അപ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്ക് ഈ 3 ഭാഗങ്ങൾ കാണും. നമ്മൾ ഒന്നാമതായിട്ട് ഈ വേദഭാഗം ഒന്ന് ഓടിച്ച് അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടൊന്ന് വ്യാഖ്യാനിക്കും. രണ്ടാമതായിട്ട് ഈ വേദഭാഗത്തിൽ അടങ്ങിയിരിക്കുന്ന ഉപദേശ സത്യങ്ങൾ നമ്മളൊന്ന് ധ്യാനിക്കും. മൂന്നാമതായിട്ട് ആ ഉപദേശ സത്യങ്ങളുടെ വെളിച്ചത്തിൽ പ്രായോഗിക ജീവിതത്തിൽ എന്തുപയോഗമാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പഠനം ഈ ഒരു 3 കാര്യങ്ങളിലൂടെ കടന്നായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ വചനം ഒന്ന് വിശകലനം ചെയ്യാം. ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം, ഈ റോമർ 1 മുതൽ 7 മലയാളം ബൈബിളിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ഇച്ചിരി പ്രയാസമുള്ളൊരു ഭാഗമാണ് തർജ്ജിമ ചെയ്യാൻ. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അല്ല മലയാളത്തിൽ തന്നെ നമ്മൾ പല തർജ്ജിമകളെടുത്ത് താരതമ്യം ചെയ്താൽ പലതും പലതുപോലെയാണ് പോയിരിക്കുന്നത്. കാരണം ഇത് യവന ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യാൻ വളരെ പ്രയാസമുള്ള ഒരു വേദഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാക്യങ്ങൾ മലയാളത്തിലെ വാക്യങ്ങളുടെ ക്രമത്തിലല്ല ഇംഗ്ലീഷിൽ. 3-ാം വാക്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരും വായിക്കുന്നതായിരിക്കത്തില്ല മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത്. കാരണം തർജ്ജിമ ഇതെല്ലാം തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് മലയാളത്തിലേത് വെച്ച് നീങ്ങാം. ഇവിടെ കണ്ടോ പറഞ്ഞു തുടങ്ങുന്നുണ്ടോ, ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് താഴെ പറഞ്ഞിരിക്കുകയാണ്, തൻ്റെ പ്രവാചകന്മാർ മുമ്പ് കൂട്ടി വാഗ്ദാനം ചെയ്ത സുവിശേഷത്തിനായി. അപ്പോൾ ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷിച്ചിരിക്കുകയാണ്. വാഗ്ദത്തം ചെയ്ത സുവിശേഷം. അവിടെ ദൈവത്തിൻ്റെ സുവിശേഷം എന്നുണ്ട് യവന ഭാഷയിൽ, അതെന്തുകൊണ്ടോ മലയാളത്തിലില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷമാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു പ്രമേയം. പക്ഷേ ഈ ദൈവത്തിൻ്റെ സുവിശേഷം ഒരു വ്യക്തിയെക്കുറിച്ചാണ്, അല്ലാതെ കുറേ എന്തെങ്കിലും ആശയം, എന്തെങ്കിലും തത്വം പഠിപ്പിക്കുകയല്ല, കുറേ കാര്യങ്ങളങ്ങ് പറയല്ല. ഒരു വ്യക്തിയെക്കുറിച്ചുള്ളൊരു സന്ദേശമാണ് ഈ ദൈവത്തിൻ്റെ സുവിശേഷം. ആരാണ് ആ വ്യക്തി? ദൈവപുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തു. ഇത് വളരെ കാതലായ ഒരു വിഷയം തന്നെയാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ മലയാളം ബൈബിൾ ഇങ്ങനെ തുടങ്ങുന്നത് നന്നായി. കാരണം ഇത് പലപ്പോഴും നമ്മൾ വിട്ടു. ഇംഗ്ലീഷിലൊക്കെ വായിച്ചു പോകുമ്പോൾ അത് പിന്നെ ഇടയ്ക്കെങ്ങാണ്ട് കയറി വരും. എന്താണ് ഈ സുവിശേഷം? സുവിശേഷം കുറേ വസ്തുതകളല്ല, കുറേ വസ്തുതകളുണ്ട്. അതിൽ വസ്തുനിഷ്ഠമാണിത്, വസ്തുതകൾക്ക് വിരോധമല്ല. പക്ഷെ കുറേ വസ്തുതകൾ നിരത്തി വെച്ചാൽ സുവിശേഷമാകത്തില്ല. വസ്തുതകൾക്ക് അതീതമായിട്ട് ഇതൊരു വ്യക്തിയെക്കുറിച്ചുള്ളൊരു സന്ദേശമാണ്. അത് നമ്മൾ മറന്നുപോകില്ല, ആ വ്യക്തിയെ മറന്നു പോകരുത്. ദൈവപുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ് ദൈവത്തിൻ്റെ സുവിശേഷം. വളരെ കാതലായ ഒരു വിഷയമാണ്. കാരണം ഈ വ്യക്തിയുമായിട്ട് പിന്നെ ബന്ധം വന്നാലേ ഈ പറയുന്ന സുവിശേഷം കടന്നു വരികയുള്ളൂ. എന്താ സുവിശേഷം? സത്വർത്തമാനം അല്ലേ, സുവാർത്ത, നല്ലൊരു വാർത്ത, നല്ലൊരു വിശേഷം അല്ലേ. ഈ സുവിശേഷം, ഈ നല്ല വർത്തമാനം എങ്ങനെ അനുഭവിക്കാൻ പറ്റും? ഒരു വ്യക്തിയുമായിട്ട് ബന്ധം വേണം. കാരണം ഈ സന്ദേശം കുറേ വസ്തുതകൾ നിരത്തി വെക്കലല്ല, ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അതാദ്യമേ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഇത് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ്. എന്ന് പറഞ്ഞാൽ ഇത് പുതുതായിട്ട് പൗലോസോ അപ്പോസ്തലന്മാരോ സഭയോ കണ്ടുപിടിച്ച നൂതനമായ പുതിയ നവ്യമായ ഒരു ഉപദേശമല്ല. ഇത് പണ്ടു മുതലേ പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലൂടെ തന്നെ ദൈവം വാഗ്ദത്തം ചെയ്തു കൊണ്ടുവന്ന സുവിശേഷമാണ്. പഴയ നിയമത്തിൽ മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്ത സന്ദേശമാണ്. അപ്പോൾ ഇത് കുറെ കാലമായിട്ട് ഇത് കർത്താവ് പ്രവചനത്തിലൂടെയും വാഗ്ദത്തത്തിലൂടെയൊക്കെ പറയുന്നുണ്ട്. ഒരു അഭിഷക്തൻ അതാ കടന്നു വരുന്നു, ഒരു മശിഹ അതാ കടന്നു വരുന്നു. അതാണ് എബ്രായ ഭാഷയിൽ അഭിഷക്തൻ എന്ന് പറയുന്നത് മശിഹ. ഒരു മശിഹ വരുന്നു, ഒരു ദാവീദ് പുത്രൻ വരുന്നു, ഒരു അബ്രഹാമിൻ്റെ ഒരു പുത്രൻ വരുന്നു. അവനിലൂടെ യഥാർത്ഥ രക്ഷ കടന്നു വരുന്നു. ഇത് കുറേ നാളായിട്ട് പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിലും ഇങ്ങനെ പറഞ്ഞു വന്ന് അതിൻ്റെ ചരിത്രപരമായ പൂർത്തീകരണമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇതൊരു പുതിയ സന്ദേശമല്ല, ആരെങ്കിലും തട്ടിക്കൂട്ടി പുതുതായിട്ട് കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ പുതിയ പഠിപ്പീരൊന്നുമല്ല. ഇത് പണ്ട് മുതലേ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന ദൈവം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സന്ദേശമാണ്. അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു വ്യക്തി, ഒരു
വചനം പഠിച്ചൊരു വ്യക്തി ഇങ്ങനെ പറഞ്ഞത്, മറ്റെല്ലാ ലേഖനങ്ങളെക്കാളും റോമാലേഖനത്തിൽ പഴയ നിയമത്തിൽ നിന്ന് കൂടുതൽ തവണ പൗലോസ് ഉദ്ധരിക്കുന്നുണ്ട്. പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളും എടുത്തു പഠിച്ചാൽ പൗലോസ് പല പ്രാവശ്യം പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, പഴയ നിയമ വാക്യങ്ങൾ കോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം ഏറ്റവും അധികം താൻ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ഈ റോമാലേഖനത്തിൽ നിന്നാണ്. ഈ ലേഖനത്തിൽ 61 പ്രാവശ്യം നേരിട്ടുള്ള ഉദ്ധരണികളുണ്ട്. പിന്നെ അതിലും അധികം പരോക്ഷമായ പരാമർശങ്ങളുമുണ്ട് പഴയ നിയമത്തിൽ നിന്ന്. എന്ന് മാത്രമല്ല, പഴയ നിയമത്തിലെ കുറഞ്ഞത് 14 വ്യത്യസ്ത പുസ്തകങ്ങളിൽ നിന്ന് പൗലോസ് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ പൗലോസ് റോമാലേഖനത്തിൽ എഴുതുന്നത് ദൈവത്തിൻ്റെ സുവിശേഷം. ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞിട്ട് ഇനി പുതിയ നിയമത്തിൻ്റെ കുറേ ഉപദേശം ഞാൻ പഠിപ്പിക്കാമെന്നല്ല പറയുന്നത്. പലരുടെയും ചിന്താഗതി അതാണ്, പഴയ നിയമത്തിൽ സുവിശേഷമൊന്നും ഇല്ലല്ലോ, അല്ലേ? ചിലർ പറയുന്നുണ്ടല്ലേ, പഴയ നിയമത്തിൽ സുവിശേഷമൊന്നും ഇല്ലല്ലോ. ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞ് ഏറ്റവും ചിട്ടയായിട്ട് എഴുതിയിരിക്കുന്ന പൗലോസിൻ്റെ ലേഖനമായ റോമാലേഖനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് പൗലോസ്. അതെന്താ തെളിയിക്കുന്നേ? പഴയതും പുതിയതുമായ നിയമങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരു ഐക്യമുണ്ട്. അല്ലാതെ ഇത് രണ്ടും രണ്ട് എന്തോ മറ്റേത് യഹൂദരുടെ, ഇത് നമ്മുടെ ക്രിസ്ത്യാനികളുടെ, അങ്ങനല്ല. വ്യത്യാസങ്ങളുണ്ട് പഴയ ഉടമ്പടി പുതിയ ഉടമ്പടി. പക്ഷേ ആത്യന്തികമായ രക്ഷാസന്ദേശത്തിന് ഒരുമയുണ്ട്, ഐക്യമുണ്ട്, അല്ലേ? അപ്പോൾ 14 വ്യത്യസ്ത പുസ്തകങ്ങളെന്ന് പൗലോസ് ഉദ്ധരിക്കുന്നു. അതിൽ തന്നെ യെശയ്യാവും സങ്കീർത്തനവുമാണ് ഏറ്റവും കൂടുതൽ താൻ ഉദ്ധരിക്കുന്നത്. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് ഈ സത്യമാണ്. പണ്ടുകാലം മുതലേ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ മുഖാന്തരം താൻ വാഗ്ദത്തം ചെയ്ത സന്ദേശമാണ് ഈ സുവിശേഷം, അല്ലേ? അതിൻ്റെ ചരിത്രപരമായ പൂർത്തീകരണമാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു 5-ാം വാക്യത്തിലേക്കൊന്ന് പെട്ടെന്ന് കടന്നു വന്നേ. ഇത് തർജ്ജിമ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ചേർന്ന് പോകുന്ന വാക്യങ്ങൾ ചിലതൊക്കെ നമുക്ക് പിന്നീട് തിരിച്ചു വന്ന് നോക്കേണ്ടി വരും. അതുകൊണ്ട് 3-ൽ നിന്ന് നമ്മൾ 5-ലേക്ക് ഒന്ന് ചാടേണ്ടതായിട്ടിരിക്കുന്നു. ജഡം സംബന്ധിച്ച് ഈ യേശു ക്രിസ്തു ദാവീദിൻ്റെ സന്തതിയായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ താൻ മരിച്ച് ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ചപ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പ് 2 ഞായറാഴ്ച മുമ്പ് ഞാൻ വന്ന് പ്രസംഗിച്ചു, അല്ലേ? ആ ഉയർത്തെഴുന്നേൽപ്പ് ഒരു പ്രസ്താവന നൽകുന്നുണ്ട്. എന്താണ് ഇത്? സാധാരണ ഒരു പാപിയല്ല. പാപിയാണെങ്കിൽ മരിച്ച് കല്ലറ കിടക്കത്തേ ഉള്ളൂ, ഉയർത്തെഴുന്നേൽക്കത്തില്ല. ഇത് പരിശുദ്ധനാണ്, ഇത് ദൈവമാണ്. അപ്പോൾ യേശു ക്രിസ്തു പൂർണ്ണമായിട്ടും മനുഷ്യനുമാണ്, പൂർണ്ണമായിട്ടും ദൈവവുമാണ്. അതാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത. യേശു ക്രിസ്തു മനുഷ്യനാണോ? അതെ. യേശു ക്രിസ്തു ദൈവമാണോ? അതെ. കാരണം ദൈവം ജഡാവതാരമെടുത്ത് ഭൂമിയിൽ വന്നവനാണ് യേശു ക്രിസ്തു. അപ്പോൾ പഴയ നിയമത്തിലെ ഈ വാഗ്ദത്ത സന്ദേശത്തിൻ്റെ ചരിത്രപരമായ നിറവേറ്റൽ, അതിൻ്റെ പൂർത്തീകരണം യേശു ക്രിസ്തു എന്ന പൂർണ്ണ മനുഷ്യനും ദൈവപുത്രനുമായ വ്യക്തിയിലാണ്. അത് മറന്നുപോയി, വ്യക്തിയാണ് നമ്മുടെ സുവിശേഷത്തിൻ്റെ കേന്ദ്രം. തുടർന്ന് 4-ാം വാക്യത്തിലേക്ക് കടന്നു വന്നാൽ അവിടെ നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ആശീർവാദം, ഒരു അനുഗ്രഹം നമുക്കവിടെ കാണാം. പക്ഷെ അവിടെ കണ്ടോ, പിതാവായ ദൈവവുമായിട്ട് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ. വീണ്ടും യേശു ക്രിസ്തു ദൈവമാണ്, ദൈവത്തിന് തുല്യനാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളുടെ ഉറവിടം അവിടെ നിന്നാണ് കൃപയും സമാധാനവും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ യേശു ആരാണ്? ദാവീദ് പുത്രനാണ്, മനുഷ്യനാണ്, അതെ. പക്ഷേ ദൈവപിതാവിന് തുല്യനായ ദൈവപുത്രനാണ്, ദൈവമാണ്. മറന്നുപോകരുത്, ഈ വ്യക്തി ആരാണെന്ന് നമ്മൾ പഠിക്കുകയാണ്, അല്ലേ? എന്ന് മാത്രമല്ല 6-ാമത്തെ വാക്യത്തിൽ ഈ യേശുവിൻ്റെ നാമത്തിനായി, അവൻ്റെ മഹത്വത്തിനായി സകല ജാതികളുടെയും ഇടയിൽ, ജാതികൾ എന്ന് പറഞ്ഞാൽ സകല വംശങ്ങൾ, സകല മനുഷ്യരുടെയും ഇടയിൽ വിശ്വാസത്തിൻ്റെ അനുസരണം വരുത്തേണ്ടതിന് ഞങ്ങൾക്ക് അപ്പോസ്തലത്വം ലഭിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞു. എനിക്ക് ഈ ശുശ്രൂഷ എന്തിന് ലഭിച്ചു? എന്തിനാ ഈ സുവിശേഷമൊക്കെ പറയുന്നേ? കർത്താവായ യേശുവിൻ്റെ മഹത്വത്തിനായി. എങ്ങനെ മഹത്വം വരും? സകല മനുഷ്യരുടെ ഇടയിലും വിശ്വാസത്തിൻ്റെ അനുസരണം കടന്നു വരണം. അത് പൗലോസിൻ്റെ ഒരു പ്രത്യേക പദപ്രയോഗമാണ്. റോമാലേഖനം 1-ലും പിന്നെ റോമാലേഖനം 16-ലുമാണ് ഇത് കാണുന്നത്. ഈ ലേഖനം അവസാനിക്കുമ്പോൾ വീണ്ടും ഈ ഒരു പദപ്രയോഗം നമ്മൾ കാണുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ അനുസരണം. അതും പല മലയാളം തർജ്ജിമയിൽ പല രീതിയിൽ വിശ്വാസത്താൽ ഉളവാകുന്ന അനുസരണം എന്ന് പറയുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അവസാനം ചിന്തിക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ, വിശ്വാസത്തിൻ്റെ അനുസരണം ഉളവാകാൻ.
ഈ സുവിശേഷം കേട്ട് വ്യക്തികൾ വിശ്വസിച്ചനുസരിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? ഈ ശുശ്രൂഷ ലഭിച്ചിരിക്കുന്നു. പക്ഷെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ആളുകളെ രക്ഷിക്കപ്പെടുന്നതല്ല. ആത്യന്തിക ലക്ഷ്യം കർത്താവിന് മഹത്വം വരണം. കാരണം ഈ കർത്താവ് ദൈവമാണ്, അവന് മഹത്വം വരണം, അല്ലേ? അങ്ങനെ പൗലോസ് ദൈവത്തിൻ്റെ, നമ്മളതിന് ഇടയ്ക്ക് വായിക്കാത്ത വാക്യത്തിലേക്ക് വരാം. ഈ ശുശ്രൂഷയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി, 2-ാം വാക്യം, വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, അല്ലേ? അപ്പോൾ യേശുക്രിസ്തു പൂർണ്ണമായിട്ടും ദൈവവുമാണ്, പൂർണ്ണമായിട്ടും മനുഷ്യനുമാണ്. അവൻ്റെ മഹത്വത്തിനായിട്ട് അപ്പോസ്തലത്വം സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്നവനാണ് പൗലോസ്. അവൻ സുവിശേഷത്തിന് വേണ്ടി വിളിക്കപ്പെട്ട അപ്പോസ്തലൻ. ഈ അപ്പോസ്തല ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തന്നെ വിളിച്ചവനും യേശുക്രിസ്തുവിൻ്റെ ദാസനും ഇതിനുവേണ്ടി വേർതിരിക്കപ്പെട്ടവനും ആണ്, അല്ലേ? ഇതാണ് ഈ വ്യക്തിയാണ് ഈ ലേഖനം എഴുതുന്നത്. ആരാ എഴുതിയത്? സുവിശേഷത്തിന് വേണ്ടി വിളിക്കപ്പെട്ടും വേർതിരിച്ചും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്. 7-3 വാക്യങ്ങൾ ചേർത്ത് വായിക്കാം. ഇത് ആർക്കായി എഴുതിയിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുക, സകല മനുഷ്യരുടെ ഇടയിലും ഈ സുവിശേഷം കടന്നു ചെല്ലണം, അവിടെ വിശ്വാസത്താലുള്ള അനുസരണം കടന്നു വരണം, അത് യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിനാകണം. അങ്ങനെ സകല മനുഷ്യരുടെ ഇടയിലുമുള്ള ഈ ശുശ്രൂഷയുടെ ഭാഗമായി റോമാ പട്ടണത്തിലും ചിലർ വിശ്വാസത്തിൻ്റെ അനുസരണം കാഴ്ചവെച്ച് യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട ഒരു വിശുദ്ധ ജനം അവിടെ ഉണ്ട്, ദൈവസഭ അവിടെ ഉണ്ട്. അപ്പോൾ ആ ശുശ്രൂഷ നിമിത്തം സകല മനുഷ്യരുടെ ഇടയിലും ഇങ്ങനെ ഒരു കൂട്ടം വേണം. അങ്ങനെ ഒരു കൂട്ടം റോമിലും ഉണ്ടായിരുന്നു. അവരോടാണ് ഈ ലേഖനം താൻ എഴുതുന്നത്. അവരുടെ ആ വിശേഷണങ്ങൾ നോക്കിയ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട ജനമാണ്, ദൈവം വിളിച്ചു വേർതിരിക്കുന്ന ജനമാണ്. അങ്ങനെ വിളിച്ചു വേർതിരിക്കുമ്പോൾ അവരെന്താകുന്നു? ദൈവത്തിന് പ്രിയമുള്ളവരാകുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. രക്ഷിക്കപ്പെട്ടാൽ ദൈവത്തിന് പ്രിയമുള്ളവരായി മാറും. എന്ന് മാത്രമല്ല, അവർ വിശുദ്ധരാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ തികഞ്ഞവരെന്നല്ല, ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥത്തിൽ അവർ വിശുദ്ധരാണ്. അവർക്കാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ ഇനി തുടർന്ന് ചിന്തിക്കാം. അത് ആമുഖമായി 8 മുതൽ 15 വരെയുള്ളത് സുവിശേഷത്തിനായുള്ള വാഞ്ച. ഈ 8 മുതൽ 12 വരെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ദൈവത്തിന് അവർ പ്രിയരായി. പക്ഷെ ദൈവത്തിന് മാത്രമല്ല പ്രിയരായത്, സുവിശേഷത്തിൻ്റെ അപ്പോസ്തലനായ, അതിനുവേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട പൗലോസിനും ഈ ജനം പ്രിയപ്പെട്ടവരാകുന്നു. അതാണ് ഇനി അങ്ങോട്ടുള്ള വാക്യങ്ങൾ തെളിയിക്കുന്നത്. ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്ന് മാത്രമല്ല, പൗലോസിനും ഈ വിശ്വാസികൾ പ്രിയപ്പെട്ടവരാകുന്നു. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. അവരുടെ പ്രസിദ്ധമായ വിശ്വാസത്തെ ഓർത്ത് പൗലോസ് ദൈവത്തിന് സ്തോത്രം ചെയ്തു. നിങ്ങൾക്ക് വിശ്വാസം എന്ന ദാനം ലഭിച്ചല്ലോ, നിങ്ങൾ വിശ്വസിച്ച് ഈ സുവിശേഷം അനുസരിച്ചല്ലോ, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയരായല്ലോ, വേർതിരിക്കപ്പെട്ടവരായല്ലോ, ദൈവസഭയായല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് മാത്രമല്ല, നിങ്ങളുടെ വിശ്വാസം സാധാരണ വിശ്വാസമല്ല, ലോകപ്രസിദ്ധമാണ്, നല്ല വിശ്വാസികളാണ്. അതിനെ ഓർത്ത് ദൈവത്തെ പൗലോസ് സ്തോത്രം ചെയ്യും. നമുക്ക് പ്രിയമല്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കത്തൊന്നുമില്ല. ഇത് അവരെ ഓർത്ത് സ്തുതിക്കുകയാണ്, കാരണം അവരെനിക്ക് പ്രിയപ്പെട്ടവരാകുന്നു. രണ്ടാമതായിട്ട്, അവരുടെ അടുക്കൽ കടന്നു ചെന്ന് അവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി താൻ നിരന്തരം പ്രാർത്ഥിച്ചു. നിങ്ങളുടെ അടുക്കൽ കടന്നു വരണം, എനിക്ക് നിങ്ങളെ ശുശ്രൂഷിക്കണം എന്ന് വളരെ ആഗ്രഹത്തോടെ താൻ നിരന്തരം പ്രാർത്ഥിച്ചു. മൂന്നാമതായിട്ട്, അവരുടെ കൂട്ടായ്മയിലൂടെ തനിക്കും ആത്മീക വർധനവ് ലഭിക്കാൻ താൻ ആഗ്രഹിച്ചു. അത് പിന്നീട് പറഞ്ഞിരിക്കുക, ആത്മീക വരം വല്ലതും, അത് 11-ാം വാക്യത്തിലാണ്. അവിടെ ആത്മീക വരം എന്ന് 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കൃപാവരങ്ങളെക്കുറിച്ചല്ല, ആത്മീക ശുശ്രൂഷ എന്നുള്ള അർത്ഥത്തിലാണ്. അന്യോന്യമുള്ള കൂട്ടായ്മ ബന്ധം കൊണ്ട് നമുക്ക് വിശ്വാസ വർധന വരിക എന്നുള്ളത്. അതുകൊണ്ടാണ് പെട്ടെന്ന് പൗലോസ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് 12-ാം വാക്യം, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടത്. നമ്മുടെ അന്യോന്യമുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പകർന്നു തരും, ദൈവത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഉപദേശമോ കൃപാവരമോ എന്തുവാണേ ആകട്ടെ ഞാൻ പകർന്നു തരും, നിങ്ങൾ എനിക്കും പകർന്നു തരും. അതായത് പൗലോസ്, ഞാൻ അപ്പോസ്തലനാണ്, എനിക്ക് നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല, എനിക്ക് കൂട്ടായ്മയൊന്നും വേണ്ട. ഇന്ന് അങ്ങനത്തെ പല അപ്പോസ്തലന്മാരുണ്ട്, ഒരു സഭയിലും പോകാത്ത അപ്പോസ്തലന്മാർ. അവർ സൂമിൽ കൂടെ മീറ്റിംഗ് നടത്തത്തേ ഉള്ളൂ. അപ്പോസ്തലനോട് ചോദിക്കണം, നീ ഏത് സഭയിൽ പോകുന്നു? ഞാൻ സഭയിലൊന്നും പോകാറില്ല, ഞാൻ സൺഡേ തോറും ഓൺലൈൻ മിനിസ്ട്രിയിലാണ്, ലോകമെമ്പാടും മീറ്റിംഗ് നടത്തണം. അങ്ങനത്തെ അപ്പോസ്തലന്മാരുണ്ട്. ഈ പൗലോസ് പറയുന്ന ശരിയായ അപ്പോസ്തലൻ, വിളിക്കപ്പെട്ട അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് നിങ്ങളുമായിട്ട് കൂട്ടായ്മ വേണം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ പൗലോസ് ഇന്ന് വരെ റോമറുടെ ഇടയിൽ കടന്നു പോയിട്ടില്ല. ഇത് കാണാത്ത വിശ്വാസികളെ കുറിച്ചാണ് എഴുതുന്നത്.
നമ്മൾ വിചാരിച്ച് ഇത്ര പ്രിയമാണെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര കൂട്ടുകെട്ടാണെന്നല്ലേ. യേശു ക്രിസ്തുവിൻ്റേത് ആയതുകൊണ്ട് മാത്രം അവർ എനിക്ക് പ്രിയപ്പെട്ടവരായി. കണ്ടോ കർത്താവിനോടുള്ള സ്നേഹം കണ്ടോ പൗലോസിൻ്റെ. ഞാൻ കണ്ടിട്ടില്ല റോമിലെ ഈ വിശ്വാസികളെ, പക്ഷെ അവർ യേശു ക്രിസ്തുവിൻ്റേതായെന്ന് കേട്ടപ്പോൾ മുതൽ എനിക്ക് സന്തോഷം, എനിക്ക് സ്നേഹമാണ് അവരോട്. അതെന്തുകൊണ്ടാണ്? യേശുവിനോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ്. കാണാത്ത വിശ്വാസികളോടാണ് ഈ പറയുന്നത്, എനിക്ക് നിങ്ങളുടെ അടുക്കൽ വരണം, എനിക്ക് നിങ്ങളെ സേവിക്കണം, എനിക്ക് എങ്ങനെയും നിങ്ങളെ വളർത്തണം, നിങ്ങൾക്ക് അനുഗ്രഹമായി തീരണം, നിങ്ങളിൽ നിന്ന് എനിക്കും അനുഗ്രഹം പ്രാപിക്കണം, അല്ലേ. അവരെ കണ്ടിട്ടില്ല, ആഗ്രഹമുണ്ടെങ്കിലും, അല്ലേ. എന്നിട്ട് 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, സകല മനുഷ്യരോടും എനിക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള വാഞ്ചയുണ്ട്. ഇവിടെ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ സുവിശേഷീകരണം മാത്രമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ റോമാലേഖനം സുവിശേഷീകരണ വിഷയങ്ങൾ കൊണ്ട് അവസാനിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നു 3-ാം അധ്യായം കൊണ്ട് റോമാലേഖനം തീർന്നേനെ. പിന്നീട് ക്രിസ്ത്യാനികളുടെ, വിശ്വാസികളുടെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതും സുവിശേഷമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുവിശേഷം എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക, ചുരുങ്ങിയ അർത്ഥത്തിൽ സുവിശേഷീകരണത്തിന് ആവശ്യമായ സന്ദേശം എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷിക്കപ്പെട്ട റോമ വിശ്വാസികളുടെ അടുത്ത് പോയി താൻ സുവിശേഷം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. സുവിശേഷം പ്രസംഗിക്കുക എന്ന് പൗലോസ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ക്രിസ്തീയ സത്യങ്ങൾ അതിൻ്റെ ഉടനീളം, അതിൻ്റെ പൂർണ്ണ വ്യാപ്തിയിൽ ചിട്ടയായിട്ട്, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ചിട്ടയായിട്ട് സുവിശേഷ സത്യങ്ങൾ പഠിപ്പിക്കുന്നു ഈ ലേഖനത്തിൽ. അതുപോലെ എല്ലാ വശങ്ങളും ഒന്ന് കവർ ചെയ്ത് നിങ്ങളോട് എനിക്കൊന്ന് ശുശ്രൂഷിക്കണം. അങ്ങനെ സുവിശേഷം സകലരോടും പ്രസംഗിക്കുവാൻ, സുവിശേഷീകരണം ചെയ്യുവാൻ മാത്രമല്ല, സുവിശേഷീകരണവും അതിനുശേഷമുള്ള ക്രിസ്തീയ ഉപദേശങ്ങളും അങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്ന എല്ലാം പഠിപ്പിച്ച് നിങ്ങൾക്ക് ആത്മീക അഭിവൃദ്ധി വരുത്തുവാൻ എനിക്ക് വാഞ്ചയുണ്ട്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യവനന്മാരാകട്ടെ, ബർബരന്മാരാകട്ടെ, ജ്ഞാനികളാകട്ടെ, ബുദ്ധിഹീനരാകട്ടെ, ഞാൻ അവരോടെല്ലാം കടക്കാരനാകുന്നു. എനിക്കിത്രത്തോളം ദൈവം കൃപ തന്നിരിക്കുന്നു, വെളിപ്പാട് തന്നിരിക്കുന്നു. ഞാൻ മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കേണ്ട ഒരു ബാധ്യതയിൽ ജീവിക്കുന്നവനായിട്ടാണ് പൗലോസ് തന്നെക്കുറിച്ച് കാണുന്നത്. അപ്പം നമ്മളും ഈ റോമാലേഖന പഠനം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കിനി വെളിപ്പാടുകൾ അധികമായി ലഭിക്കും. നമ്മൾ മറ്റ് പലരേക്കാളും കൂടുതൽ ദൈവത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പഠിക്കുന്തോറും ഓർത്തോണം, നമ്മുടെ ബാധ്യത മറ്റുള്ളവരോട് ഇത് പങ്കുവെക്കാനുള്ള ബാധ്യത ഏറുകയാണ്. അല്ല ഇതെല്ലാം പഠിച്ച് നമ്മളിങ്ങനെ ചീർത്തിരിക്കാനല്ല, ഇത് മറ്റുള്ളവരോട് പകരാനുള്ളൊരു നമ്മുടെ ആ കടം വർദ്ധിക്കണം. അത് നമ്മുടെ ഉള്ളിൽ തോന്നണം. എങ്കിലേ പൗലോസിനെ പോലെ ഈ വാഞ്ച കടന്നു വരികയുള്ളൂ, അല്ലേ. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതിനകത്ത് മറ്റുള്ളവരോട് അറിയിപ്പാൻ താൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് തിരിച്ചറിഞ്ഞു, അല്ലേ. എന്നിട്ട് പൗലോസ് 15-ാം വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് സുവിശേഷം അറിയിക്കാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. ചിലരോട് നമ്മൾ സുവിശേഷം പറയുക, അത് സുവിശേഷീകരണമാകട്ടെ, എന്തെങ്കിലും ക്രിസ്തീയ ബ്രദറെ അടുത്ത ഞായറാഴ്ച എന്തെങ്കിലും ഒരു പ്രബോധനം പറയണേ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭാരമായി, അയ്യോ ഭയമായി. ഇവിടെ കണ്ടോ, ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. എനിക്കിതൊരു ഭാരമല്ല, എനിക്കിത് അസൗകര്യമല്ല. കാരണം എന്താണ്? ഇത് വെറുമൊരു കടമയല്ല, ഇതെൻ്റെ കടം വീട്ടലാണ്, ഇതെൻ്റെ എന്താ പറയുക, എൻ്റെ ഭാരം നീക്കുന്ന, ഇതെൻ്റെ വാഞ്ച നിവർത്തിക്കുന്ന പ്രവൃത്തിയാണ്. അല്ലാതെ ആരെങ്കിലും അടിച്ചേൽപ്പിച്ച് ഇനി ചെയ്യണമല്ലോ എന്നല്ല. ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്, ആവോളം ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സുവിശേഷത്തിൻ്റെ നിറവ് നിമിത്തം തന്നിലുണ്ടായ വാഞ്ച, അതാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇത് നിമിത്തമാണ് ഈ ലേഖനം താൻ എഴുതിയിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ലാത്ത വിശ്വാസികളാണേലും ഞാൻ പല പ്രാവശ്യം അങ്ങോട്ട് കടന്നു വരാൻ ശ്രമിച്ചിട്ടും മുടക്കം സംഭവിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ വന്നില്ലേലും ഞാൻ അങ്ങ് എഴുതി വിടാം. നമ്മുടെ ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡി പോലെ അവിടം വരെ ഇനി എല്ലാ ഞായറാഴ്ചയും ശുശ്രൂഷയെല്ലാം കടന്നു വരാൻ എനിക്ക് പ്രയാസമുള്ളതുകൊണ്ട് സൂമിക്കുടങ്ങ് അയച്ചേക്കാം, അല്ലേ. നിങ്ങൾക്ക് സംഭവം കിട്ടട്ടെ എന്ന് പറഞ്ഞതുപോലെ പൗലോസ് പറയണം, എനിക്ക് നിങ്ങളുടെ അടുത്ത് വരണം, പിന്നെ അവിടുന്ന് എനിക്ക് സ്പെയിനിൽ പോകണം എന്നൊക്കെ നമ്മൾ പിന്നീട് വായിക്കും. പക്ഷേ എനിക്ക് കടന്നു വരാൻ പറ്റാത്ത സ്ഥിതിക്ക് വചനം അങ്ങ് എത്തട്ടെ. കണ്ടോ എന്തൊരു വാഞ്ചയാണ്. എനിക്ക് നിങ്ങളെ സേവിക്കണം, നിങ്ങളോട് സുവിശേഷം പറയണം, ചിട്ടയായിട്ട് ക്രിസ്തീയ ഉപദേശം പഠിപ്പിക്കണം, ദൈവസഭയെ പണിയണം, നിങ്ങളെ എനിക്ക് ശുശ്രൂഷിക്കണം. എത്താൻ പറ്റുന്നില്ല, എന്നാൽ പിന്നെ ലേഖനമായിട്ടെങ്കിലും അയക്കാം. കണ്ടോ, സുവിശേഷം അറിഞ്ഞൊരു വ്യക്തിയിൽ വരുന്ന വാഞ്ച,
അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത്രയും വാഞ്ച എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാതലായ 2 വാക്യങ്ങൾ, ഇന്നത്തെ ഏറ്റവും കാതലായ 2 വാക്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. സുവിശേഷത്തിൻ്റെ ശക്തി. 16-ാം വാക്യത്തിൽ പൗലോസ് പറയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതാണ് വലിയ കാതലായ ഒരു വിഷയം. എല്ലാ മനുഷ്യരോടും താൻ കടക്കാരനാണെന്നും എല്ലാവരോടും ഞാൻ ഇത് പ്രസംഗിക്കാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നതിൻ്റെയും മൂലകാരണം എന്താണ്? എനിക്ക് ഈ സുവിശേഷത്തെക്കുറിച്ച് ഒരു ലജ്ജയും തോന്നുന്നില്ല. നമുക്ക് പലപ്പോഴും ഇത് മടിയും ഭാരവും, എന്തെങ്കിലും ബൈബിളിൽ നിന്ന് എന്തെങ്കിലും പറയണേലും ഒക്കെ ഇതൊരു പ്രശ്നമാകുന്ന, ഒരു പ്രയാസമാകുന്നത് നമുക്ക് ലജ്ജയുണ്ട്. ശരിക്കും സുവിശേഷത്തെക്കുറിച്ച് വലിയ അവബോധം, ഒരു ഗ്രാഹ്യമൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ലജ്ജയൊക്കെ തോന്നും. എന്തോന്നോ ഏതോ യേശുവിനെ കുറിച്ചൊക്കെ എന്തോന്ന് പറയാനാ എന്ന് തോന്നും. പക്ഷെ പൗലോസിന് അത് തോന്നിയില്ല. അതിനും ഒരു കാരണം താൻ പറയുന്നുണ്ട്. ഞാനിങ്ങനെ ഒരുങ്ങിയിരിക്കുകയും എനിക്ക് എപ്പോഴും ആരെങ്കിലും ശുശ്രൂഷിക്കണമെന്നൊക്കെ ഉള്ള വലിയ വാഞ്ചയൊക്കെ തോന്നുന്നതിൻ്റെ കാരണം എനിക്ക് ഒന്നാമതായിട്ട് സുവിശേഷം ലോകം കാണുന്നത് പോലെ ഒരു ലജ്ജാകരമായ വിഷയമല്ല. അതിന് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഏറ്റവും കാതലായ വാക്യം 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഈ സുവിശേഷ സന്ദേശം എന്താണെന്ന് ഞാൻ ശരിയായിട്ട് മനസ്സിലാക്കുന്നു. എന്താണത്? സകലരെയും രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയാകുന്നു. അതാണ് ഏറ്റവും വലിയ വിഷയം. ഈ സുവിശേഷം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു സന്ദേശമാണ്. പഴയ നിയമത്തിൽ വാഗ്ദത്തം ചെയ്ത സന്ദേശമാണ്. ഇപ്പോൾ അപ്പോസ്തലന്മാർ മുഖാന്തരം സകലരുടെയും ഇടയിൽ പ്രസ്താവിക്കപ്പെടുന്നതാണ്. ഇതിലൂടെ വിശ്വാസത്തിൻ്റെ അനുസരണം കടന്നു വരണം. ഇതിലൂടെ യേശുക്രിസ്തുവിൻ്റെ മഹത്വം കടന്നു വരണം. പക്ഷേ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് വെറും ഒരു സാധാരണ സന്ദേശമല്ല. ഈ സന്ദേശത്തിലൂടെ ദൈവം തൻ്റെ ശക്തി പുറപ്പെടുവിച്ച് സകലരെയും രക്ഷിക്കുന്ന സന്ദേശമാണ്. ഇത് രക്ഷാദൂതാണ്. ദൈവം പ്രവർത്തിക്കുവാൻ ഉപയോഗിക്കുന്ന സത്യമാണ് ഈ സുവിശേഷം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്കൊരു ലജ്ജയും തോന്നാറില്ല അല്ലേ? അപ്പോൾ ഇവിടെ രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മുന്നോട്ടുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കും. പാപത്തിൽ നിന്നും അതിൻ്റെ ശിക്ഷയിൽ നിന്നുമുള്ള മോചനവും നിത്യജീവനിലേക്കും അനുഗ്രഹത്തിലേക്കുമുള്ള പ്രവേശനവുമാണ് ഈ രക്ഷ. അതിനി തുടർന്നുള്ള അധ്യായങ്ങളിൽ ഇതെല്ലാം പൗലോസ് വിശദീകരിക്കും. ഇതൊരാമുഖം പോലെ ഈ ലേഖനത്തിൻ്റെ കാരണം, ഇതെന്തുകൊണ്ട് എഴുതി, അതിൻ്റെ ഉദ്ദേശവും ഇതിലെ പ്രമേയവും താനൊന്ന് തൊട്ടുപോകുന്നേ ഉള്ളൂ ഇന്നത്തെ ഈ വേദഭാഗത്തിൽ. പക്ഷേ അവിടെ ആമുഖമായി പറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്കൊന്ന് അതിൻ്റെ ആ സർഫസ് ലെവലിലെങ്കിലും നമുക്കൊന്ന് ധ്യാനിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഒരാമുഖമായിട്ടെങ്കിലും നമുക്കൊന്ന് ധ്യാനിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ രക്ഷ എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ചായി പറയുന്നത്. അത് മനുഷ്യരാൽ ഒരു രീതിയിലും പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തൊരു രക്ഷയാണ്. അതാണ് ഇനി നമ്മുടെ അടുത്ത പ്രാവശ്യം പഠിക്കാൻ പോകുന്നത്. സകല മനുഷ്യരും പാപികളാണ്. അവരുടെ ഒരു പ്രവൃത്തി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ശക്തി കൊണ്ടോ അവർക്ക് ചെയ്തെടുക്കുവാൻ കഴിയാത്ത ഒന്നാണ് ഈ രക്ഷ. അതുകൊണ്ടാണ് ഇവിടെ ദൈവം തന്നെ ഇറങ്ങി പ്രവർത്തിച്ച് ഫലപ്രാപ്തി ഉളവാക്കുവാൻ തൻ്റെ ശക്തി വ്യാപരിക്കേണ്ട ഒരു സന്ദേശം അപ്പോസ്തലന്മാരിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷം. അവ എങ്ങനെ ഈ സുവിശേഷം രക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ദൈവശക്തി വ്യാപരിക്കുന്നത് അല്ലേ? ദൈവം എങ്ങനെ ഈ രക്ഷ ഉളവാക്കുന്നു എന്ന് പൗലോസ് 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ്? വിശ്വസിക്കുന്ന എല്ലാവരെയും രക്ഷിക്കുവാൻ ഈ സുവിശേഷം ശക്തമാകുന്നതിൻ്റെ കാരണം അതിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ തന്നെയാണ് 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നത് കൊണ്ട് ഇവിടെ ദൈവശക്തി വ്യാപരിക്കുന്നു എന്നായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ നീതി എന്ന ഈ വളരെ പ്രധാനപ്പെട്ട പദപ്രയോഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ ദൈവത്തിൻ്റെ നീതി അല്ലേ? ഈ പദപ്രയോഗം റോമർക്ക് എഴുതിയ ലേഖനത്തിലാണ് പൗലോസ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതല്ലാതെ 2 കൊരിന്ത്യരിൽ ഒരൊറ്റ വാക്യമേ ഉള്ളൂ. ബാക്കി എല്ലാ ഉപയോഗവും, ഈ പദപ്രയോഗത്തിൻ്റെ ഉപയോഗം ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെയാണ്. ഇവിടെ 8 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 8 തവണ ഉപയോഗിച്ചത് കൂടാതെ നമ്മൾ ഉപദേശപരമായിട്ടൊന്ന് വ്യാഖ്യാനിച്ചാൽ എന്താണ് ഈ ദൈവത്തിൻ്റെ നീതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിൻ്റെ നീതി, അതായത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവ ഗുണമായിട്ട് നമ്മൾ ആരും ചിന്തിക്കരുത്.
ദൈവം സത്യസന്ധനാണ്, ദൈവം നീതിയുള്ളവനാണ്, ദൈവം ന്യായമുള്ളവനാണ്, ദൈവം നന്മയുള്ളവനാണെന്ന് പറയുന്ന ദൈവത്തിൻ്റെ നീതി എന്ന ദൈവത്തിൻ്റെ സ്വഭാവ ഗുണമല്ല സുവിശേഷത്തിലൂടെ വെളിപ്പെടുന്നത്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സുവിശേഷത്തിലൂടെ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ നീതിയും ന്യായവുമാണെങ്കിൽ ഒരാളും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. എല്ലാ പാപികളും പോയി ദൈവത്തിൻ്റെ നീതി ന്യായം കാരണം മരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ന്യായവും വെളിപ്പെടുന്ന ഒരു മെസ്സേജ് പോരാ, ഒരു സന്ദേശം പോരാ. അപ്പോൾ അതല്ല എന്തായാലും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ എന്താണെന്നുള്ളതിന് മനസ്സിലാക്കാൻ ഇതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങൾ നോക്കിയ റോമർ 3:21 പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി. കണ്ടോ? അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു നീതിയാണിത്. അല്ലാതെ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിനുള്ള നീതിയല്ല, ദൈവം വിശ്വസിക്കുന്നവർക്ക് ദാനമായി നൽകുന്ന നീതി. അതാണ് റോമർ 3:21 പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നീതി, അതായത് വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി. വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന നീതി എന്നാണ് ദൈവത്തിൻ്റെ നീതി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. റോമർ 5:17 നീതി ദാനം എന്നാണ് നമ്മുടെയൊക്കെ മലയാളം പുതിയ തർജ്ജിമയിലെ നീതി എന്ന ദാനം. അപ്പം നീതി ദാനമായി കൊടുക്കുന്നതിനെ കുറിച്ചായി പറയുന്നത്, അല്ലാതെ ദൈവത്തിന് സ്വതവേ തൻ്റെ സർഗുണങ്ങളിൽ ദൈവം നീതിമാനാന്ന് പറയുന്നതല്ല, അല്ലേ? 10:3 പറഞ്ഞിരിക്കുകയാണ്, അവർ, അതായത് യഹൂദർ, ദൈവത്തിൻ്റെ നീതി എന്തെന്നറിയാതെ, ദൈവം ദാനമായി കൊടുക്കുന്നൊരു നീതി ഉണ്ടെന്നറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. കണ്ടോ? അവർ മതമൊക്കെ പിൻപറ്റി സ്വന്തമായിട്ടൊരു നീതി നമുക്കങ്ങ് കൈവരിക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് അങ്ങ് മല കയറി കർത്താവിൻ്റെ അടുക്ക പോകാമെന്ന് അവർ വിചാരിച്ചു. നമ്മൾ തന്നെ അങ്ങ് പടി കയറി അങ്ങ് ചെല്ലാം. അങ്ങനെ സ്വന്തം നീതിയല്ല, ഇത് ദൈവം ദാനമായി കൊടുക്കുന്നൊരു നീതിയെക്കുറിച്ചാണ്. ഫിലിപ്പിയർ 3:9 ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, പഴയ നിയമത്തിലെ 10 കൽപ്പനകൾ അനുസരിച്ച് ഞാൻ തന്നെ ഉളവാക്കിയെടുക്കുന്ന സ്വന്തം നീതി അല്ല. അങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിനെ നേടത്തില്ല. ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി, അതുതന്നെ ലഭിച്ചു വേണം എനിക്ക് മുന്നോട്ട് നീങ്ങാൻ. അപ്പോൾ കണ്ടോ, ദൈവത്തിൻ്റെ നീതി എന്ന് ഈ പൗലോസ് തന്നെ എഴുതിയിരിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് ദാനമായിട്ട് ദൈവം കൊടുക്കുന്ന ഒരു നീതിയെക്കുറിച്ചാണ്. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ റോമർ 1:17 വായിക്കാൻ. ദൈവം മനുഷ്യനെ വിശ്വാസത്താൽ നീതിമാനാക്കുന്ന വിധം സുവിശേഷത്തിൽ വെളിപ്പെടുന്നു. അങ്ങനെ വേണം 17 വായിക്കാൻ. അതിൽ, അതായത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്ന സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ നീതിമാനാക്കുന്ന വിധം വെളിപ്പെടുന്നു. പാപികളായ നമുക്ക് നീതിമാന്മാരാകാൻ കഴിയും. എങ്ങനെ? പ്രവർത്തിച്ചല്ല, പഴയ നിയമത്തിലെ കൽപ്പനകളെല്ലാം എടുത്ത് അനുസരിച്ചല്ല, പുതിയ നിയമത്തിലെ കൽപ്പന എടുത്തും അനുസരിച്ചല്ല നമ്മൾ നീതിമാന്മാരാകുന്നത്. വിശ്വാസത്താൽ ദാനമായി ദൈവം നൽകുന്ന ഒരു നീതിയുണ്ട്, കടമായി നൽകുന്ന ഒരു നീതിയുണ്ട്. ആ നീതി വിശ്വാസത്താലാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം ഹേതുവായും, വിശ്വാസമാണ് അതിൻ്റെ കാരണം, വിശ്വാസത്തിനായും, വിശ്വാസമാണ് അതിൻ്റെ അവസാനവും. അത് കുറച്ചുകൂടെ ലഘുവായി പറഞ്ഞാൽ ആദ്യാവസാനം വിശ്വാസത്താലാണ്. ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നതും ഒടുങ്ങുന്നതും എല്ലാം വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടും. നീതിമാൻ എന്ന പദവി ദൈവം കടമായി, ദാനമായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും കൊടുക്കും. അങ്ങനെയാണ് ദൈവം തൻ്റെ ശക്തിയിലൂടെ പ്രവർത്തിച്ച് മനുഷ്യർക്ക് സ്വമേധ ലഭിക്കാൻ കഴിയാത്ത രക്ഷ പകർന്നു കൊടുക്കുന്നത്. അത് ഈ സുവിശേഷ സന്ദേശത്തിലൂടെ കടന്നു വരുന്ന ദൂതാണ്. നിങ്ങൾക്ക് സ്വമേധ രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ദാനമായിട്ട് ദൈവം നിങ്ങൾക്ക് നീതിമാൻ എന്ന പദവി നൽകും, ദൈവവുമായിട്ട് അടുത്തു ജീവിക്കാൻ പറ്റും. അങ്ങനെയാണ് ദൈവം രക്ഷിക്കുന്നത്. ആ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വാസത്താൽ നീതിമാനായവൻ ജീവിക്കും. അത് ഹബക്കുക്ക് എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തിലെ ഉദ്ധരണിയാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണ് നമ്മുടെയൊക്കെ മലയാളത്തിലുള്ളത്. പക്ഷെ കുറച്ചുകൂടെ ചേർന്നു പോകുന്ന തർജിമ വിശ്വാസത്താൽ നീതിമാനായവൻ, അല്ലാതെ പ്രവൃത്തിയാലല്ല. വിശ്വാസത്താൽ നീതിമാനായവൻ ജീവിക്കും. പ്രവൃത്തിയാൽ നീതിമാനാകാൻ നോക്കുന്നവൻ മരിക്കും. വിശ്വാസത്താൽ നീതിമാനായവൻ ജീവിക്കും.
അപ്പോൾ വീണ്ടും ആദ്യം പറഞ്ഞതുപോലെ ഇതൊക്കെ പഴയ നിയമത്തിൽ മുൻപ് കൂട്ടി ദൈവം വാഗ്ദത്തം ചെയ്ത സന്ദേശം തന്നെയാണ്. അതിൻ്റെ ചരിത്രപരമായ പൂർത്തീകരണം മാത്രമേ ഇപ്പോൾ സംഭവിക്കുന്നുള്ളൂ. യേശുക്രിസ്തുവിലൂടെ നീതീകരണം വിശ്വാസത്താൽ ദാനമായി ദൈവം നൽകുന്നു എന്നുള്ളതിന് ആധാരം പഴയ നിയമത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു തരാം എന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വേദഭാഗം ഒന്ന് ഓടിച്ചു നോക്കി നമുക്കിനി 5 മിനിറ്റിനുള്ളിൽ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്ന ഉപദേശ സന്ദേശങ്ങൾ ഒന്ന് ധ്യാനിക്കാം. കേട്ടിരുന്നാൽ മതി. ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചു, സുവിശേഷം അടിസ്ഥാനപരമായ ഒരു വ്യക്തിയെക്കുറിച്ചാണ്, ആശയത്തെക്കുറിച്ചോ ഉപദേശത്തെക്കുറിച്ചോ അല്ല. അപ്പോൾ അത് മനസ്സിൽ വെക്കേണ്ടത്, ബൈബിൾ സ്റ്റഡിക്ക് കടന്നു വരുമ്പോൾ കുറേ നോട്ട് എഴുതാം, കുറേ പോയിന്റുകൾ കാണാൻ പഠിക്കാം, കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല വിവരം വെക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം കടന്നു വരികയാണെങ്കിൽ അത് തെറ്റല്ല, അപൂർണമാണ്. എന്തിനു കടന്നു വരണം? ഇതെല്ലാം പഠിച്ചിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന യേശു എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ അടുക്കണം. വ്യക്തിയെ കാണാനും വ്യക്തിയെ അറിയാനും വ്യക്തിയെ വിശ്വസിക്കുവാനും വ്യക്തിയെ സ്നേഹിക്കുവാനുമായിട്ട് വേണം വചനം പഠിക്കാൻ. കാരണം വചനം ആത്യന്തികമായിട്ടും ഒരു വ്യക്തിയെക്കുറിച്ചാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. രണ്ടാമതായിട്ട് യേശു ദൈവവും മനുഷ്യനുമാണെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ അവൻ നമുക്ക് തികഞ്ഞ രക്ഷകനാണ്. അവൻ ദൈവമായതുകൊണ്ട്, നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വിഷയം പ്രസംഗിച്ചപ്പോൾ കേട്ടതാണ്, അവൻ ദൈവമായതുകൊണ്ട് അവൻ പരിശുദ്ധനാണ്, അവൻ മരിച്ച് കല്ലറ കിടന്നില്ല, അവൻ പുറത്തു വന്നു. അവൻ്റെ മേൽ മരണത്തിന് ഒരു അധികാരവുമില്ല. മനുഷ്യരുടെ പാപം അവൻ്റെ മേൽ ചുമത്തിയപ്പോൾ അവൻ കല്ലറയിൽ കിടന്നു. പക്ഷെ ആ പാപം കൊടുത്തു തീർത്തപ്പോൾ അവൻ പരിശുദ്ധനായ ദൈവമാകയാൽ അവൻ പുറത്തു വന്നു. അപ്പോൾ അവന് നമ്മുടെ പാപങ്ങളുടെ ശമ്പളമായ മരണം കൊടുത്തു തീർത്തു പുറത്തു കടന്നു വരുവാൻ കഴിയുന്ന ജയാളിയായ ഒരു രക്ഷകനാകാൻ കഴിയുന്നത് അവൻ ദൈവമായതുകൊണ്ടാണ്. എന്നാൽ അവൻ മനുഷ്യനായതുകൊണ്ടാണ് നമുക്ക് വേണ്ടി മരിക്കാനും നമ്മുടെ പ്രതിനിധിയാകാനും കഴിയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ ചേരുമ്പോൾ അവൻ നമുക്ക് തികഞ്ഞ ഒരു രക്ഷകനാണ്. ഇതുപോലൊരു രക്ഷകൻ വേറെ ഇല്ല. രക്ഷിക്കപ്പെടാൻ വേറൊരു നാമവും ഇല്ല. കാരണം ഇത്ര തികവ് വേറെ ഒരുത്തനിലുമില്ല, അല്ലേ? പൂർണ്ണമായിട്ടും ദൈവവും പൂർണ്ണമായിട്ടും മനുഷ്യനുമാകയാൽ ക്രിസ്തു നമുക്ക് തികഞ്ഞ ഒരു രക്ഷകനാണ്. മൂന്നാമതായിട്ട് വിശ്വാസത്താലാണ് നീതീകരണം. നമ്മളിപ്പോൾ കണ്ടു, നീതി ദൈവം കടമായിട്ട്, നീതി നമുക്ക് ദാനമായിട്ട് വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ഒരു വരമാണല്ലേ, ഒരു ദാനമാണ്. അങ്ങനെയാണ് നമ്മൾ നീതിമാൻ എന്നുള്ള പേര് പ്രാപിക്കുന്നത്. അതിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. ഇതൊക്കെ മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ വളരെ വിശദമായിട്ട് പൗലോസ് പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഇതങ്ങ് പറഞ്ഞു പോകുന്നത്. പക്ഷേ ഇത് നമ്മുടെ ആമുഖമായിട്ട്, ഇതാണ് ഇതിൽ പഠിക്കാൻ പോകുന്ന പ്രമേയം, നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണമാണ് സുവിശേഷത്തിൻ്റെ അന്തസത്ത. ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉടനെ പൗലോസിൻ്റെ മനസ്സിൽ വരുന്നത് എന്താണ്? അത് അവിടെ ദൈവശക്തി വ്യാപരിക്കുന്നത്. എന്താ ദൈവശക്തി? നീതീകരണം വിശ്വാസത്താലാകുന്നു. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം. സുവിശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ട വിഷയം വിശ്വാസത്താലുള്ള നീതീകരണം. സങ്കടകരമായ കാര്യം, കേരളത്തിൽ സുവിശേഷം എന്ന് പറയുമ്പോൾ പല വ്യക്തികളുടെ മനസ്സിൽ ഓടി വരുന്നത് വിശ്വാസത്താൽ പാപമോചനം അല്ലെങ്കിൽ പാപക്ഷമയും പാപമോചനവും ഒക്കെ പിന്നീട്. നീതീകരണമാണ് ഏറ്റവും കാതലായ വിഷയം. അതുകൊണ്ടാണ് പലരും രക്ഷിക്കപ്പെട്ടിട്ടും ഇനി നമുക്ക് പ്രവൃത്തികൾ ചെയ്ത് ഈ രക്ഷ നിലനിർത്താമെന്നൊക്കെയുള്ള തെറ്റായ ഉപദേശം വിശ്വസിക്കുന്നത്. നമ്മുടെ രക്ഷിക്കപ്പെട്ട പ്രവൃത്തികളാകട്ടെ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പ്രവൃത്തികളാകട്ടെ, അതൊന്നും കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ ദൈവക്രോധത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ മതിയായ നീതിയാവുകയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ക്രിസ്തീയ അനുസരണത്തിലൂടെ, പരിശുദ്ധാത്മ നിറവിലൂടെ നമ്മൾ കാഴ്ചവെക്കുന്ന നീതി പോലും നിത്യന്യായാസനത്തിൻ്റെ മുൻപിൽ ദൈവക്രോധത്തിൽ നമ്മളെ വിടുവിക്കുവാൻ പര്യാപ്തമായ നീതിയല്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ കടമായിട്ട് പരിപൂർണതയുള്ളൊരു നീതി ദൈവം നമുക്ക് ദാനമായി നൽകണം. അതാണ് വിശ്വാസത്താലുള്ള നീതീകരണം. അതാണ് ഇവിടെ സുവിശേഷത്തിൻ്റെ അന്തസത്ത, ഏറ്റവും കാതലായ അന്തസത്ത അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കമെന്ന് പൗലോസ് പറയും. ഞാൻ സുവിശേഷത്തെ ഓർത്ത് എനിക്ക് ഒരു രീതിയിലും ലജ്ജ വരുന്നില്ല എന്ന് പറയുമ്പോൾ ഉടനെ പറയുന്ന വിഷയം അവിടെ വിശ്വാസത്താലുള്ള നീതീകരണം, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നല്ലോ. അത് ആദ്യ അവസാനം വിശ്വാസത്താൽ തന്നെ. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെക്കണം. ഈ വിശ്വാസത്താലുള്ള നീതീകരണമാണ് സുവിശേഷം വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും കാതലായ വിഷയം. ഓടിച്ച് ഞാൻ പ്രായോഗിക വിലയിരുത്തൽ പറഞ്ഞ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. സുവിശേഷം മുഴുവനും കർത്താവായ ക്രിസ്തുവിനെ കുറിച്ചായതിനാൽ, വ്യക്തിയെക്കുറിച്ചായതിനാൽ, നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചേ,
നിങ്ങൾ യേശുവിനോട് എത്രത്തോളം ഭക്തിയുള്ളവരാണ്? വ്യക്തിപരമായ സംസർഗം എങ്ങനെ ഇരിക്കുന്നു? സുവിശേഷം വിശ്വസിക്കുന്നു, ഞാനൊരു വിശ്വാസിയാണെന്നൊക്കെ പറയുമ്പോൾ സുവിശേഷം ഒരു വ്യക്തിയെക്കുറിച്ചാണല്ല. കുറേ വസ്തുതകളൊക്കെ കാണാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഈ സൺഡേ സ്കൂളിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഈ വിഷയം അറിയാം, എനിക്ക് റോമാലേഖനം പഠിപ്പിക്കാൻ അറിയാം. അല്ല, നിങ്ങൾക്ക് വ്യക്തിയോട് ബന്ധമുണ്ടോ? സ്നേഹമുണ്ടോ? വിശ്വാസമുണ്ടോ? പ്രതിബദ്ധതയുണ്ടോ? അവനുമായുള്ള പ്രേമം എങ്ങനെ ഇരിക്കുന്നു? അവനെ ആരാധിക്കുന്നുണ്ടോ? അവനുമായുള്ള സംസർഗം എങ്ങനെ? വ്യക്തിയുമായിട്ടൊരു ബന്ധവുമില്ല, സുവിശേഷം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അർത്ഥശൂന്യമായി പോയി. സംസർഗം വരണം. ഇത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സന്ദേശമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ മറുവശം, പ്രായോഗിക ജീവിതത്തിൽ എന്താണ് അതിൻ്റെ മറുവശം? വ്യക്തിയുമായിട്ട് സംസർഗം വേണം. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു, യേശുക്രിസ്തു ഒരു സമ്പൂർണ്ണ രക്ഷകനാണ്. ദൈവവുമാണ് മനുഷ്യനുമാണ്, അതുകൊണ്ട് പരിപൂർണ രക്ഷകനാണ്. അതോടൊപ്പം നമ്മൾ കണ്ടു അവൻ്റെ പ്രവൃത്തി, അല്ലേ? ദൈവം തന്നെ പ്രവർത്തിച്ച് രക്ഷ ഉളവാക്കി തരുന്ന തികവുള്ള ഒരു പ്രവൃത്തിയാണ് അവൻ്റെ പ്രവൃത്തി. സകലരെയും രക്ഷിക്കുവാൻ, യവനനാകട്ടെ യഹൂദനാകട്ടെ സകലരെയും രക്ഷിക്കുവാൻ വ്യാപരിക്കുന്ന ദൈവശക്തി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സുവിശേഷത്തിലൂടെ വ്യാപരിക്കുന്നുണ്ട്. ആർക്കും രക്ഷിക്കപ്പെടാം. അപ്പോൾ വ്യക്തിയും പ്രവൃത്തിയും തികവുള്ളതാണ്. ചോദ്യം, നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ രക്ഷയ്ക്ക് ആധാരമായി കാണുന്നത് യേശുക്രിസ്തുവിനെ മാത്രമാണോ? ക്രിസ്തുവും അവൻ്റെ നീതിയും മാത്രമാണ് ഞാൻ രക്ഷിക്കപ്പെടുവാനുള്ള ഏക കാരണം. അന്ത്യനാളിൽ ഞാൻ എന്തുകൊണ്ട് വരുവാനിരിക്കുന്ന ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് ചോദിച്ചാൽ എൻ്റേതായിട്ടുള്ള ഒന്നും പറയാനില്ല. എൻ്റെ ഒരു നീതിയുമില്ല, എൻ്റെ ഒരു അർഹതയുമില്ല, എൻ്റെ ഒരു മേന്മയുമില്ല, എൻ്റെ ഒരു യോഗ്യതയും പറയാനില്ല, എൻ്റെ ഒരു ശുശ്രൂഷയും പറയാനില്ല, എനിക്ക് എത്ര വാക്യം അറിയാമെന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. എനിക്കൊരു ഉത്തരമേ ഉള്ളൂ, യേശു ക്രിസ്തുവും അവൻ്റെ നീതിയും നിമിത്തം ഞാൻ രക്ഷിക്കപ്പെടും. അവൻ്റെ രക്തവും അവൻ്റെ നീതിയും, അതൊന്നു മാത്രം. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. ആദ്യ അവസാനം രക്ഷ വിശ്വാസത്താൽ അത്രേ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ പരിപൂർണമായ ആശ്രയം ക്രിസ്തുവിൽ മാത്രമാണോ? അതോ രക്ഷിക്കപ്പെടുന്നത് ആദ്യം വിശ്വാസത്താലും പിന്നെ പ്രവൃത്തിയാലും എന്നൊക്കെയുള്ള ഗലാത്യ സഭയുടെ ഉപദേശമാണോ നിങ്ങൾ വിശ്വസിക്കുന്നേ? അങ്ങനത്തെ നിഗളമുള്ളിലുണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ട് പൂർണ്ണമായിട്ടും ക്രിസ്തുവിൽ വിശ്വസിക്കാം. അവസാനമായിട്ട് നമ്മൾ കണ്ടു, ഈ സുവിശേഷം യവനനാകട്ടെ ബർബരനാകട്ടെ ബുദ്ധിഹീനനാകട്ടെ പണ്ഡിതനാകട്ടെ ആരാകട്ടെ അവരെല്ലാം രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ മതിയായ ശക്തി ഉളവാകുന്ന സുവിശേഷമാണ്. നമ്മളിത് അനുഭവിച്ചു, നമ്മളിത് ആരോടെങ്കിലും പങ്കിടുന്നുണ്ടോ? പങ്കിടണം. പൗലോസ് പറഞ്ഞു, ഞാനിത് പങ്കിടാൻ എനിക്കൊരു കടപ്പാട് തോന്നുന്നു, എനിക്കൊരു ബാധ്യത തോന്നുന്നു, ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു, എനിക്കിതിനെക്കുറിച്ചൊരു ലജ്ജയുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല, ഞാൻ സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ, സുവിശേഷം എന്ന് പറയുമ്പോൾ ക്രിസ്തീയ സത്യങ്ങൾ പറയുവാൻ എനിക്കൊരു കടപ്പാട്, ഒരു വെമ്പൽ, ഒരു ബാധ്യത ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ കാണുമ്പോൾ, ദൈവകൃപ അനുഭവിച്ചിട്ടില്ലാത്തവരെ കാണുമ്പോൾ എനിക്കത് പകർന്നു കൊടുക്കാൻ തോന്നുന്നു, ഒരു കടപ്പാട് തോന്നുന്നു, അതിനായി ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അതോ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ക്രിസ്തീയ സത്യങ്ങൾ, പ്രത്യേകിച്ച് സുവിശേഷം പങ്കിടുവാൻ ലജ്ജ തോന്നുന്നുണ്ടോ? ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ലജ്ജ എന്തുകൊണ്ട് തോന്നും? യഥാർത്ഥത്തിൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സദ്വർത്തമാനം അറിഞ്ഞിട്ടില്ല. ഇതിനകത്ത് ശരിക്കുള്ള സുവാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. ഇത്ര അധികം സന്തോഷകരമായ ഒരു വാർത്ത ദൈവം നമ്മളോട് ഇത്രത്തോളം കനിവ് കാണിച്ച് എന്തിനു തരുന്നു? ആ ഒരു സന്തോഷം, ആ ഒരു പുതുമ, ആ ഒരു ഉല്ലാസം, ആ ഒരു ഒരു ഉണർവ് നമ്മളെ മറ്റുള്ളവരോട് ദൈവകൃപ പകരുവാൻ, അതിനെക്കുറിച്ച് പറയുവാൻ പ്രേരിപ്പിക്കും. ഈ 3 പ്രായോഗിക നിർദ്ദേശങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഈ ആഴ്ചത്തെ മനപ്പാഠ വാക്യം ഈ 16ഉം 17ഉം തന്നെയാണ്. സാധാരണ നമ്മുടെ പഴയ മലയാളം ബൈബിളിലെ വാക്യം ഞാൻ നോക്കിയപ്പോൾ അത് പഠിക്കാൻ ഇച്ചിരി പ്രയാസമായതുകൊണ്ട് സമകാലിക തർജിമകളിൽ നിന്ന് ചേർത്ത്, അതായത് സമകാലിക മലയാളം ബൈബിളിൽ നിന്നും സമകാലിക ഭാഷ ബൈബിൾ, കണ്ടംപററി ലാംഗ്വേജ് വെർഷനും MCV രണ്ടും കൂടെ ചേർത്ത് ഞാൻ തന്നെ ചേർത്ത് ഒരു തർജിമ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് എന്താ പറയുക, നിങ്ങൾക്കൊക്കെ പഠിക്കാൻ എളുപ്പമായ രീതിയിലുള്ള ഒരു തർജിമയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. റോമർ 1:16ഉം 17ഉം സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷിക്കുന്നതിനുള്ള ദൈവശക്തിയാകുന്നുവല്ലോ. കാരണം ദൈവം മനുഷ്യനെ നീതിമാനാക്കുന്ന വിധം സുവിശേഷത്തിൽ വെളിപ്പെടുന്നു. വിശ്വാസത്താൽ നീതിമാനായവൻ ജീവിക്കുമെന്ന് തിരുവെഴുത്തനുസരിച്ച് ആ നീതീകരണം ആദ്യാവസാനം വിശ്വാസത്താലാകുന്നു.
എല്ലാ പ്രാവശ്യവും നമുക്ക് ഇതുപോലെ മനപ്പാഠ വാക്യങ്ങൾ കാണും. ആ മനപ്പാഠ വാക്യം പഠിച്ചാൽ ഇന്നത്തെ നമ്മൾ കണ്ടതിൻ്റെ ഒരു രത്ന ചുരുക്കം കിട്ടും. അതുകൊണ്ടാണ് അത് പഠിപ്പിക്കുന്നത്. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കത് പഠിക്കാം. ഇത് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് നമ്മുടെ ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഞങ്ങൾ ധ്യാനിച്ച അങ്ങയുടെ സുവിശേഷ സത്യങ്ങൾക്കായിട്ട് സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ കർത്താവേ. സൗജന്യമായ രക്ഷ കടമായിട്ട് ദാനമായിട്ട് ഞങ്ങൾക്ക് പരിപൂർണ നീതി നൽകി ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാനും അങ്ങുമായിട്ട് കർത്താവെ സ്നേഹബന്ധത്തിലായിരിക്കാനും അങ്ങയുടെ മക്കളാകാനുമൊക്കെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയിരിക്കാൻ സ്തോത്രം കർത്താവെ. കൃപയാൽ ഞങ്ങളെ കർത്താവെ മുന്നോട്ട് നയിക്കണമേ. ഈ പഠനത്തിൽ കടന്നു വരുന്ന സകലരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. മുഴുവുള്ളത്തോടെ യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ച് യഥാർത്ഥ നീതീകരണം പ്രാപിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങുമായിട്ടും സകലരുമായിട്ടും സ്നേഹബന്ധത്തിൽ ജീവിക്കുവാനും വളരുവാനും ഞങ്ങളേവരെയും സഹായിക്കുമാറാകണമേ. ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ ഉള്ളത്തിൽ തുടർന്നും ക്രിയ ചെയ്തുകൊണ്ടിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തിയോട് സ്നേഹബന്ധം കാത്തു സൂക്ഷിച്ച് അവനെ സ്നേഹിച്ചും ആരാധിച്ചും ജീവിക്കുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന സകലരെയും അങ്ങയുടെ കരത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവെ വചനത്താലും ആത്മാവിനാലും അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. തുടർന്നുള്ള ഞങ്ങളുടെ പഠനങ്ങളെയും അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.